എല്ലാവർക്കും നമസ്കാരം. PSC Challenger Pro, NET and JRF ലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസിസ്റ്റൻസ് ഇൻ മലബാർ, അതായത് മലബാറിലെ ചെറുത്തുനിൽപ്പ് എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ഭാഗം പഠിക്കുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ എങ്ങനെയാണ് തങ്ങളുടെ പൊളിറ്റിക്കൽ അതോറിറ്റിയും റവന്യൂ കൺട്രോളും സ്ഥാപിച്ചത്. രണ്ടാമതായി, അതിനെതിരെ പഴശ്ശിരാജാവ് എങ്ങനെയാണ് ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയത്. മൂന്നാമതായി, പഴശ്ശി സമരത്തിൽ കർഷകരും മാപ്പിളമാരും നായർ വിഭാഗക്കാരും കുറിച്യരും കുറുമ്പരും ഉൾപ്പെടെയുള്ള വിവിധ ജനവിഭാഗങ്ങൾ എങ്ങനെയാണ് പങ്കെടുത്തത്. മലബാറിന്റെ പ്രത്യേകത. ആദ്യം നമുക്ക് മലബാറിനെ കുറിച്ച് മനസ്സിലാക്കാം. മലബാർ ഇന്നത്തെ കേരളത്തിന്റെ വടക്കൻ തീരപ്രദേശത്തുള്ള പ്രധാനപ്പെട്ട പ്രദേശമായിരുന്നു. പുരാതന കാലം മുതൽ തന്നെ മലബാർ വലിയൊരു ട്രേഡിംഗ് സെന്റർ ആയിരുന്നു. പ്രത്യേകിച്ച് സ്പൈസ് ട്രേഡ്, അതായത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരം, മലബാറിന്റെ സമ്പദ്വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതിൽ തന്നെ പെപ്പർ ട്രേഡ്, അതായത് കുരുമുളക് വ്യാപാരം, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ വിദേശ വ്യാപാരികൾക്ക് മലബാറിനോട് വലിയ താൽപര്യമുണ്ടായിരുന്നു. പക്ഷേ വിദേശ ശക്തികൾ വ്യാപാരത്തിൽ മാത്രം തൃപ്തിപ്പെട്ടില്ല. അവർ ക്രമേണ മലബാറിലെ വ്യാപാരവും രാഷ്ട്രീയ അധികാരവും നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഇതിനെതിരെയാണ് മലബാറിൽ പല ഘട്ടങ്ങളിലായി റെസിസ്റ്റൻസ് ഉണ്ടായത്. പോർച്ചുഗീസുകാരുടെ വരവ്. ഇനി നമുക്ക് 1498 പോകാം. 1498 പോർച്ചുഗീസുകാർ മലബാർ തീരത്ത് എത്തി. അവരുടെ പ്രധാന ലക്ഷ്യം ലാഭകരമായ സ്പൈസ് ട്രേഡ്, പ്രത്യേകിച്ച് പെപ്പർ ട്രേഡ്, നിയന്ത്രിക്കുക എന്നതായിരുന്നു. എന്നാൽ മലബാറിലെ പ്രാദേശിക ശക്തികൾ ഇതിനെ എതിർത്തു. പ്രത്യേകിച്ച് കോഴിക്കോട്ടെ സാമൂതിരി പോർച്ചുഗീസുകാരുടെ ഇടപെടലിനെ ശക്തമായി എതിർത്തു. സാമൂതിരിയുടെ നാവികസേനയിലെ പ്രധാന നേതാക്കളായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർമാർ. അവർ പോർച്ചുഗീസുകാരുടെ നാവിക ആധിപത്യത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തി. അതിനാൽ കേരളത്തിലെ യൂറോപ്യൻ അധിനിവേശത്തിനെതിരായ ആദ്യകാല സംഘടിത റെസിസ്റ്റൻസിന്റെ പ്രധാന ഉദാഹരണമായി കുഞ്ഞാലി മരയ്ക്കാരുടെ പോരാട്ടത്തെ കാണാം. ഹൈദർ അലിയും ടിപ്പു സുൽത്താനും. 18ാം നൂറ്റാണ്ടിൽ മലബാറിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വീണ്ടും മാറി. ഹൈദർ അലിയും ടിപ്പു സുൽത്താനും മലബാറിൽ സൈനിക ഇടപെടലുകൾ നടത്തി. ഇതോടെ മലബാറിലെ പഴയ രാഷ്ട്രീയ ശക്തിസന്തുലനം മാറി. പിന്നീട് ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടു. അതിനുശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ തങ്ങളുടെ പൊളിറ്റിക്കൽ കൺട്രോൾ ശക്തമാക്കാൻ തുടങ്ങി. 1792 ട്രീറ്റി ഓഫ് സെറിംഗോട്ടം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം ഓർക്കണം. 1792 ട്രീറ്റി ഓഫ് സെറിംഗോട്ടം. 1792 ട്രീറ്റി ഓഫ് സെറിംഗോട്ടത്തിന്റെ ഫലമായി മലബാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. എന്നാൽ കമ്പനി ഉടൻ തന്നെ നേരിട്ടുള്ള ഡയറക്റ്റ് റൂൾ ആരംഭിച്ചില്ല. ആദ്യഘട്ടത്തിൽ പ്രാദേശിക ഭരണാധികാരികളുമായി എഗ്രിമെന്റ്സ് ഉണ്ടാക്കി അവരുടെ സഹായത്തോടെ റവന്യൂ കളക്ഷൻ നടത്തുകയായിരുന്നു. ജനറൽ അബേർ ക്രോബെ ഈ പുതിയ പ്രദേശത്തിന്റെ സ്ഥിതിഗതികൾ പരിശോധിക്കാൻ ബോംബെ ഗവർണറായ ജനറൽ അബേർ ക്രോബയെ അയച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന ചുമതലകൾ എന്തായിരുന്നു? പ്രാദേശിക ഭരണാധികാരികളുമായി താൽക്കാലിക അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കുക, അടുത്ത വർഷത്തെ റവന്യൂ കളക്ഷൻ ക്രമീകരിക്കുക, മലബാറിൽ നടപ്പാക്കേണ്ട ഒരു താൽക്കാലിക ഭരണ സംവിധാനം നിർദ്ദേശിക്കുക. അബേർ ക്രോബയുടെ നിർദ്ദേശപ്രകാരം 2 കമ്മീഷണർമാരെ നിയമിച്ചു. മിസ്റ്റർ ഫാർമേർ, മേജർ ഡൌ എന്നിവരായിരുന്നു അവർ. പ്രാദേശിക ഭരണാധികാരികളുമായുള്ള കരാറുകൾ. ഫാർമേർ, മേജർ ഡൌയും മലബാറിലെ പ്രധാന പ്രാദേശിക ഭരണാധികാരികളുമായി റവന്യൂ എഗ്രിമെന്റ്സ് ഉണ്ടാക്കി. ഇതിൽ പ്രധാനപ്പെട്ടവർ കോഴിക്കോട്ടെ സാമൂതിരി, ചിറക്കൽ രാജാവ് എന്നിവരായിരുന്നു. ഈ കരാറുകൾ പ്രകാരം പ്രാദേശിക ഭരണാധികാരികൾക്ക് കുറച്ചൊക്കെ അധികാരം നിലനിർത്താൻ അനുവദിച്ചു. പക്ഷേ അവർ ഇനി പൂർണ്ണ സ്വതന്ത്രരായിരുന്നില്ല. അവർ കമ്പനി സൂപ്പർവിഷൻ കീഴിലായി. കൂടാതെ കമ്പനിക്ക് ഒരു നിശ്ചിത ആനുവൽ ട്രിബ്യൂട്ട് നൽകേണ്ടി വന്നു. ആദ്യത്തെ കരാറുകൾ 1 വർഷത്തേക്കായിരുന്നു. പിന്നീട് അവ 5 വർഷത്തേക്ക് പുതുക്കി. ജോയിന്റ് കമ്മീഷണർമാർ. 1792 ഡിസംബറിൽ 2 ഉദ്യോഗസ്ഥർ കൂടിയെത്തി. ജോനാഥാൻ ഡുൻകാൻ, ചാൾസ് ബോത്തം.
ഇവർ ഫാർമേറും മേജർ ഡോയും ചേർന്ന് ജോയിന്റ് കമ്മീഷണർമാർ എന്നറിയപ്പെട്ടു. ഇവർ മലബാറിൽ കൂടുതൽ ക്രമീകരിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് കൊണ്ടുവന്നു. പെപ്പർ മോണോപോളി. ഇവരുടെ കാലത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക നടപടിയായിരുന്നു പെപ്പർ മോണോപോളി. മറ്റു സാധനങ്ങളുടെ വ്യാപാരം പൊതുവായി നടത്താൻ അനുവദിച്ചെങ്കിലും കുരുമുളകിന്റെ വ്യാപാരം കമ്പനി സ്വന്തം നിയന്ത്രണത്തിൽ നിലനിർത്തി. അതായത് പെപ്പർ ട്രേഡിൽ കമ്പനി മോണോപോളി സ്ഥാപിച്ചു. മലബാറിന്റെ സമ്പദ്വ്യവസ്ഥയിൽ കുരുമുളകിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നതിനാൽ ഈ നടപടി പ്രാദേശിക വ്യാപാര താൽപര്യങ്ങളെ ബാധിച്ചു. ഇതോടൊപ്പം കമ്പനി സ്ലേവ് ട്രേഡ് നിരോധിക്കുന്ന ഒരു പ്രോക്ലമേഷൻ പുറപ്പെടുവിച്ചു. പ്രാദേശിക ഭരണാധികാരികളുടെ അധികാരത്തിൽ മാറ്റം. ബ്രിട്ടീഷുകാർ ഓരോ പ്രാദേശിക ഭരണാധികാരിയുമായും പ്രത്യേകം എഗ്രിമെന്റ്സ് ഉണ്ടാക്കി. അവരുടെ അവകാശങ്ങളും ആവശ്യങ്ങളും നിർവചിച്ചു. പക്ഷേ ഇതിന്റെ ഫലമായി പ്രാദേശിക ഭരണാധികാരികൾ ക്രമേണ കമ്പനിയുടെ സബോർഡിനേറ്റ് ഏജന്റ്സ് ആയി മാറി. അവരുടെ പഴയ ട്രഡീഷണൽ അതോറിറ്റി കുറഞ്ഞു. അവർക്ക് കമ്പനി നൽകിയിരുന്ന അലവൻസുകളെയാണ് മാലിഖാന എന്ന് വിളിച്ചിരുന്നത്. 1793 ഭരണപരിഷ്കാരം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട തീയതി 30 മാർച്ച് 1793. ബ്രിട്ടീഷുകാർ മലബാറിനെ 2 അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകളായി വിഭജിച്ചു. നോർത്തേൺ മലബാർ, കേന്ദ്രം തെലിച്ചേരി. സതേൺ മലബാർ, കേന്ദ്രം ചെർപ്പുളശ്ശേരി. ഓരോ പ്രദേശത്തിനും ഒരു സൂപ്പറിൻറ്റൻഡന്റ് ഉണ്ടായിരുന്നു. എന്നാൽ മുഴുവൻ മലബാറിന്റെയും നിയന്ത്രണം സൂപ്പർവൈസർ ആൻഡ് ചീഫ് മജിസ്ട്രേറ്റിനായിരുന്നു. അദ്ദേഹത്തിന്റെ ആസ്ഥാനം കോഴിക്കോടായിരുന്നു. ഇതിലൂടെ ബ്രിട്ടീഷുകാരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സർവേലൻസ് കൂടുതൽ ശക്തമായി. 1796 സൂപ്പർവൈസർ എന്ന പദവി നിർത്തലാക്കി. സാമൂതിരി മുൻ സൂപ്പർവൈസറായ ജെയിംസ് സ്റ്റീവൻസിനെതിരെ പരാതികൾ ഉന്നയിച്ചിരുന്നു. ഈ പരാതികൾ അന്വേഷിക്കാൻ ഒരു സ്പെഷ്യൽ കമ്മീഷൻ രൂപീകരിച്ചു. പക്ഷേ ഈ സംവിധാനം അധികകാലം നിലനിന്നില്ല. മെയ് 20, 1800 മലബാർ ബോംബെ പ്രസിഡൻസിയിൽ നിന്ന് മദ്രാസ് പ്രസിഡൻസിയിലേക്ക് മാറ്റപ്പെട്ടു. ഇതോടെ സ്പെഷ്യൽ കമ്മീഷൻ പിരിച്ചുവിട്ടു. 1 ഒക്ടോബർ 1801 മേജർ മാക്ലിയോട് മലബാറിന്റെ പ്രിൻസിപ്പൽ കളക്ടർ ആയി ചുമതലയേറ്റു. ഇതോടെ മലബാറിലെ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ കൂടുതൽ കേന്ദ്രീകൃതമായി. പഴശ്ശിരാജാവും കമ്പനിയും. ഇനി നമുക്ക് ഈ യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ പഴശ്ശി റിവോൾട്ടിലേക്ക് വരാം. ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ കാലത്ത് മലബാറിലെ പല രാജാക്കന്മാരും ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. അവരുടെ പ്രതീക്ഷ എന്തായിരുന്നു? യുദ്ധം കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ അവരുടെ പഴയ ട്രഡീഷണൽ പവേഴ്സും പൊസിഷനും തിരിച്ചു നൽകും എന്നായിരുന്നു. പഴശ്ശിരാജാവും 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചിരുന്നു. പക്ഷേ പിന്നീട് ബ്രിട്ടീഷുകാരുടെ നയം മാറി. പഴശ്ശിരാജാവിന്റെ പ്രധാന പരാതി: ബ്രിട്ടീഷുകാർ പ്രാദേശിക ഭരണാധികാരികളുടെ അവകാശങ്ങൾ നിർവചിച്ചപ്പോൾ മിക്ക ചീഫ്മാർക്കും അവരുടെ പ്രദേശങ്ങളിൽ ടാക്സ് കളക്ഷൻ നടത്താനുള്ള അവകാശം നൽകി. പക്ഷേ പഴശ്ശിരാജാവിന് ഈ അവകാശം നിഷേധിച്ചു. കോട്ടയത്തിന്റെ അംഗീകരിക്കപ്പെട്ട ഭരണാധികാരി പഴശ്ശിരാജാവായിരുന്നിട്ടും റവന്യൂ കളക്ഷൻ റൈറ്റ് അദ്ദേഹത്തിന് നൽകിയില്ല. പകരം അത് കുറുമ്പനാട് ചീഫിന് നൽകി. ഇതാണ് പഴശ്ശിരാജാവിനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചത്. ഇതോടെയാണ് ബ്രിട്ടീഷുകാർക്കെതിരായ അദ്ദേഹത്തിന്റെ റെസിസ്റ്റൻസ് ശക്തമാകുന്നത്. 1ാം പഴശ്ശി റിവോൾട്ട്. ഇനി ഫസ്റ്റ് പഴശ്ശി റിവോൾട്ട് നോക്കാം. ടിപ്പു സുൽത്താന്റെ പരാജയത്തിന് ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ തങ്ങളുടെ നിയന്ത്രണം ശക്തമാക്കാൻ ശ്രമിച്ചു. അവർ പുതിയ ടാക്സേഷൻ സിസ്റ്റം കൊണ്ടുവന്നു. നികുതി നിരക്കുകൾ ഉയർത്തി. ലോക്കൽ ലാൻഡ്ലോർഡ്സിന്റെ സഹായത്തോടെ നികുതി പിരിവ് ശക്തമാക്കി. ഇതോടെ സാധാരണ ജനങ്ങൾക്കും കർഷകർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചു. പഴശ്ശിരാജാവിന് വിവിധ വിഭാഗങ്ങളിൽ നിന്ന് പിന്തുണ ലഭിച്ചു. അദ്ദേഹത്തെ പിന്തുണച്ചവർ: നായേഴ്സ്, മാപ്പിളാസ്, പീസൻസ്, കുറിച്യാസ്, കുറുമ്പാസ്, ലോക്കൽ ലാൻഡ്ലോർഡ്സ് എന്നിവരായിരുന്നു. അതുകൊണ്ട് ഇത് ഒരു രാജാവിന്റെ മാത്രം സമരമായിരുന്നില്ല. ഇത് ഒരു ബ്രോഡ് ബേസ്ഡ് റെസിസ്റ്റൻസ് മൂവ്മെന്റ് ആയിരുന്നു. ഗറില്ല വാർഫെയർ. ബ്രിട്ടീഷുകാർ പഴശ്ശിരാജാവിന്റെ കൊട്ടാരം ആക്രമിച്ചപ്പോൾ അദ്ദേഹം വയനാട് ഫോറസ്റ്റിലേക്ക് പിൻവാങ്ങി. അവിടെ നിന്ന് അദ്ദേഹം ഗറില്ല വാർഫെയർ ആരംഭിച്ചു.
ഗറില്ല വാർഫെയർ എന്നത് വലിയ സൈന്യവുമായി തുറന്ന സ്ഥലത്ത് നേരിട്ട് യുദ്ധം ചെയ്യുന്നതിന് പകരം ചെറിയ സംഘങ്ങളായി പെട്ടെന്ന് അറ്റാക്ക് നടത്തുകയും ഉടൻ തന്നെ പിൻവാങ്ങുകയും ചെയ്യുന്ന യുദ്ധരീതിയാണ്. പഴശ്ശിയുടെ സൈന്യം കാട്ടിൽ ഒളിച്ചിരിക്കും. അവസരം കിട്ടുമ്പോൾ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ റിട്രീറ്റ് ചെയ്യും. പിന്നീട് മറ്റൊരു സ്ഥലത്ത് നിന്ന് വീണ്ടും അറ്റാക്ക് ചെയ്യും. വയനാട്ടിലെ ഫോറസ്റ്റുകളും ഹാർഡ് ടെറൈനും പഴശ്ശിയുടെ സൈന്യത്തിന് വലിയ സഹായമായി. ബ്രിട്ടീഷ് സൈന്യത്തിന് ഈ പ്രദേശത്തെ ഭൂമിശാസ്ത്രം നന്നായി അറിയില്ലായിരുന്നു. അതുകൊണ്ട് പഴശ്ശിയുടെ സൈന്യത്തെ കണ്ടെത്തി ഡിഫീറ്റ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാർക്ക് വളരെ ബുദ്ധിമുട്ടായി. ഒന്നാം സമരത്തിന്റെ അവസാനം ബ്രിട്ടീഷുകാർക്ക് പഴശ്ശിരാജാവിനെ പൂർണ്ണമായി തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അവർ നെഗോഷിയേഷനിലേക്ക് പോയി. ഈ സെറ്റിൽമെന്റിന്റെ ഭാഗമായി പഴശ്ശിരാജാവിന് വർഷം 8000 രൂപ പെൻഷൻ നൽകാൻ സമ്മതിച്ചു. ഇതോടെ ഒന്നാം ഘട്ട പഴശ്ശി റിവോൾട്ട് അവസാനിച്ചു. പക്ഷേ പ്രശ്നങ്ങൾ അവസാനിച്ചിരുന്നില്ല. രണ്ടാം പഴശ്ശി റിവോൾട്ട്. ഇനി സെക്കൻഡ് പഴശ്ശി റിവോൾട്ട്. ഇതിന്റെ പ്രധാന കാരണം വയനാട് ആയിരുന്നു. 1799 ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടു. സെറിംഗവട്ടത്തിന്റെ വീഴ്ചയ്ക്ക് ശേഷം ഉണ്ടായ പാർട്ടീഷൻ ട്രീറ്റിയുടെ പശ്ചാത്തലത്തിൽ വയനാടിന്റെ നിയന്ത്രണം സംബന്ധിച്ച് പ്രശ്നമുണ്ടായി. ബ്രിട്ടീഷുകാർ വയനാട് തങ്ങളുടേതായി ടേക്ക് ഓവർ ചെയ്യാൻ ശ്രമിച്ചു. പഴശ്ശിരാജാവ് ഇത് ശക്തമായി എതിർത്തു. തന്റെ ടെറിട്ടോറിയൽ റൈറ്റ്സ് സംരക്ഷിക്കാൻ അദ്ദേഹം വീണ്ടും ആയുധമെടുത്തു. പഴശ്ശിയുടെ ഗറില്ല സൈന്യം. രണ്ടാം ഘട്ടത്തിൽ പഴശ്ശിരാജാവ് ശക്തമായ ഒരു ഗറില്ല ആർമി രൂപീകരിച്ചു. ഇതിൽ നായേഴ്സ്, കുറിച്യാസ്, മാപ്പിളാസ്, ലോക്കൽ ലാൻഡ് ഹോൾഡേഴ്സ് എന്നിവർ പങ്കെടുത്തു. പ്രധാന നേതാക്കൾ: കണ്ണോത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു എന്നിവരായിരുന്നു. തലക്കൽ ചന്തു പ്രധാനപ്പെട്ട ഒരു കുറിച്യ ലീഡർ ആയിരുന്നു. കുറ്റ്യാടി ഘാട്ട്സും ഇരുവഴിനാടും. പഴശ്ശിരാജാവ് കുറ്റ്യാടി ഘാട്ട്സ് വഴി താഴേക്ക് നീങ്ങി. അവിടെ അദ്ദേഹം ഉണ്ണി മൂത്ത മൂപ്പൻ ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കളുമായി ചേർന്നു. ഇരുവഴിനാട് പ്രദേശത്തെ നിരവധി പ്രധാന ലാൻഡ് ഹോൾഡർ ഫാമിലികൾ അദ്ദേഹത്തെ പിന്തുണച്ചു. അതിൽ കമ്പുറത്ത്, പെരുവേൽ, കണ്ണോത്ത് നമ്പ്യാർ ഫാമിലി എന്നിവ പ്രധാനപ്പെട്ടവയായിരുന്നു. കോഴിക്കോട് ജയിൽ ആക്രമണം. 1 മാർച്ച് 1803. പഴശ്ശിയുടെ സായുധ പ്രവർത്തകർ കോഴിക്കോട് ജയിൽ ആക്രമിച്ചു. അവരുടെ പ്രധാന ലക്ഷ്യം ജയിലിലെ തടവുകാരെ റിലീസ് ചെയ്യുക എന്നതായിരുന്നു. ഇത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പ്രധാനപ്പെട്ട ഒരു ഗറില്ല ആക്ഷൻ ആയിരുന്നു. ഈ സമയത്ത് ആർതർ വെല്ലസ്ലി വയനാട്ടിലെ വളർന്നുവരുന്ന റെസിസ്റ്റൻസിനെ നേരിടാൻ സൈനികമായി രംഗത്തെത്തി. പനമരം കോട്ടയും അഞ്ചരക്കണ്ടിയും. പഴശ്ശിയുടെ ഫൈറ്റേഴ്സ് ബ്രിട്ടീഷ് സ്ഥാനങ്ങളിൽ ആക്രമണം തുടർന്നു. അവർ പനമരം കോട്ട ആക്രമിച്ചു. കൂടാതെ അഞ്ചരക്കണ്ടിയിലെ പ്ലാന്റേഷനുകളിലും ആക്രമണം നടത്തി. ഇതിലൂടെ ബ്രിട്ടീഷുകാരുടെ സൈനിക കേന്ദ്രങ്ങളെയും സാമ്പത്തിക താൽപര്യങ്ങളെയും ഒരേ സമയം ലക്ഷ്യമാക്കി. ബ്രിട്ടീഷുകാരുടെ കൗണ്ടർ സ്ട്രാറ്റജി. പഴശ്ശിയുടെ ഗറില്ല മൂവ്മെന്റ് തകർക്കാൻ ബ്രിട്ടീഷുകാർ നിരവധി നടപടികൾ സ്വീകരിച്ചു. അവർ പുതിയ റോഡുകൾ നിർമ്മിച്ചു. വിവിധ സ്ഥലങ്ങളിൽ മിലിറ്ററി ക്യാമ്പുകൾ സ്ഥാപിച്ചു. പഴശ്ശിയെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും കുറിച്ച് വിവരം നൽകുന്നവർക്ക് റിവാർഡ്സ് പ്രഖ്യാപിച്ചു. ഇൻഫോർമേഴ്സിനെ ഉപയോഗിച്ചു. ഇതിലൂടെ പഴശ്ശിയുടെ സൈനികരുടെ സഞ്ചാരം കണ്ടെത്താൻ അവർ ശ്രമിച്ചു. കർഷകരുടെയും ആദിവാസികളുടെയും പിന്തുണ. പക്ഷേ പീസൻസും ട്രൈബൽ കമ്മ്യൂണിറ്റീസും പഴശ്ശിയെ പിന്തുണച്ചുകൊണ്ടിരുന്നു. കാരണം കമ്പനി കൊണ്ടുവന്ന പുതിയ ടാക്സുകളും കറൻസി സിസ്റ്റവും അവരുടെ ജീവിതത്തെ ബാധിച്ചു. കൂടാതെ ഉയർന്ന നികുതിയും സാമ്പത്തിക സമ്മർദ്ദവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായ ആന്റി കൊളോണിയൽ ഫീലിംഗ് കൂടുതൽ ശക്തമായി. കോൽക്കാർ. പഴശ്ശിയുടെ ഗറില്ല മൂവ്മെന്റ് തകർക്കാൻ ബ്രിട്ടീഷുകാർ ഒരു ലോക്കൽ മിലിറ്ററി ഫോഴ്സ് രൂപീകരിച്ചു. ഇവരെയാണ് കോൽക്കാർ എന്ന് വിളിച്ചത്. കോൽക്കാർക്ക് പ്രദേശത്തെ ഫോറസ്റ്റുകൾ, കുന്നുകൾ, വഴികൾ, ടെറൈൻ എന്നിവയെക്കുറിച്ച് നല്ല ലോക്കൽ നോളജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പഴശ്ശിയുടെ ഫൈറ്റേഴ്സിനെ ട്രാക്ക് ചെയ്യുന്നതിൽ അവർ ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ക്രമേണ പഴശ്ശിയുടെ പല നേതാക്കളും പിടിക്കപ്പെട്ടു.
പല ഫൈറ്റേഴ്സിനെയും എക്സിക്യൂട്ട് ചെയ്തു. പഴശ്ശിരാജാവിന്റെ മരണം. അവസാനം 30 നവംബർ 1805. പഴശ്ശിരാജാവ് ബ്രിട്ടീഷ് സൈന്യവുമായുള്ള ഒരു എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ നേരിട്ട പ്രധാന ബ്രിട്ടീഷ് ഓഫീസർ തോമസ് ഹാർവി ബാബർ ആയിരുന്നു. പഴശ്ശിരാജാവിന്റെ മരണത്തോടെ നീണ്ടുനിന്ന ഈ റെസിസ്റ്റൻസ് അവസാനിച്ചു. പഴശ്ശി റിവോൾട്ടിന്റെ വിലയിരുത്തൽ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അനലിറ്റിക്കൽ പോയിന്റ് നോക്കാം. ബ്രിട്ടീഷ് ആന്ത്രപ്പോളജിസ്റ്റായ കാത്ലീൻ ഗഫ് പഴശ്ശി അപ്രൈസിംഗിനെ പ്രാദേശിക ചീഫ്റ്റൻസിന്റെ ട്രഡീഷണൽ അതോറിറ്റിയും റൈറ്റ്സും തിരിച്ചുപിടിക്കാനുള്ള ശ്രമമായി വിലയിരുത്തി. പക്ഷേ പഴശ്ശി റിവോൾട്ട് അതിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. കാരണം പഴശ്ശിരാജാവിന് പിന്തുണ നൽകിയത് വിവിധ വിഭാഗങ്ങളായിരുന്നു. നായർ ലാൻഡ്ലോർഡ്സ്, മാപ്പിളാസ്, പീസൻസ്, ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എന്നിവർ അദ്ദേഹത്തോടൊപ്പം നിന്നു. അതുകൊണ്ട് പഴശ്ശി സമരത്തിന് ഒരു മാസ് ക്യാരക്ടർ ഉണ്ടായിരുന്നു. മാപ്പിളമാരുടെ പങ്ക്. പഴശ്ശി റെസിസ്റ്റൻസിൽ മാപ്പിള കമ്മ്യൂണിറ്റീസിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ചില തെക്കൻ മാപ്പിളമാരെ അപമാനകരമായ പേരുകളിൽ വിശേഷിപ്പിച്ചിരുന്നെങ്കിലും അവർ പഴശ്ശിയുടെ ശക്തമായ അലൈസ് ആയി തുടർന്നു. വടക്കൻ മലബാറിലെയും തെക്കൻ മലബാറിലെയും മാപ്പിള വിഭാഗങ്ങൾ സമരത്തിൽ പങ്കെടുത്തു. പ്രധാനപ്പെട്ട ചില നേതാക്കൾ: ചാലാട് തങ്ങൾ, ഹൈദർ കുഞ്ഞിക്കുട്ടി, എലമ്പുലാൻ കുഞ്ഞൻ, വവാന്തുള്ളൻ കുഞ്ഞി, കുഞ്ഞി മൊയ്തീൻ മൂപ്പൻ എന്നിവരായിരുന്നു. മറ്റ് പ്രാദേശിക നേതാക്കൾ. പഴശ്ശിരാജാവിന് സൈനികവും ധാർമ്മികവുമായ പിന്തുണ നൽകിയ മറ്റു നേതാക്കളും ഉണ്ടായിരുന്നു. പറപ്പനാട് രാജാവ്, കണ്ണോത്ത് ശേഖരൻ നമ്പ്യാർ, എലമ്പുലേൻ കുഞ്ഞൻ, കൈതേരി അമ്പു, കൈതേരി കുമാരൻ, കൈതേരി ഏമൻ, പുത്തൻ വീട്ടിൽ റൈരു, മീനക്കോരൻ, ശേഖര വാര്യർ, പൈതലോട്ട് നായർ, മൈലോടൻ കാഞ്ചൻ നമ്പ്യാർ എന്നിവരെ പ്രത്യേകം ഓർക്കാം. അവസാന വിലയിരുത്തൽ. അപ്പോൾ കുട്ടികളെ, പഴശ്ശി റിവോൾട്ടിന്റെ യഥാർത്ഥ പ്രാധാന്യം എന്താണ്? ഇത് വെറും പഴശ്ശിരാജാവിന്റെ വ്യക്തിപരമായ അധികാര പോരാട്ടമല്ല. ഇതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ്. ബ്രിട്ടീഷുകാർ പ്രാദേശിക ഭരണാധികാരികളുടെ അധികാരത്തിൽ ഇടപെട്ടു. റവന്യൂ പോളിസി. പുതിയ നികുതി നയങ്ങൾ ജനങ്ങളെ ബാധിച്ചു. പെപ്പർ മോണോപോളി. കുരുമുളക് വ്യാപാരത്തിൽ കമ്പനി നിയന്ത്രണം സ്ഥാപിച്ചു. ട്രഡീഷണൽ റൈറ്റ്സിന്റെ നഷ്ടം. പ്രാദേശിക ഭരണാധികാരികളുടെ പഴയ അവകാശങ്ങൾ കുറഞ്ഞു. വയനാട് പ്രശ്നം. വയനാട് കൈവശപ്പെടുത്താനുള്ള ബ്രിട്ടീഷ് ശ്രമം രണ്ടാം പഴശ്ശി റിവോൾട്ടിന് കാരണമായി. പീസന്റ് പാർട്ടിസിപ്പേഷൻ. കർഷകർ ബ്രിട്ടീഷ് നികുതി നയത്തിനെതിരെ പ്രതികരിച്ചു. ട്രൈബൽ പാർട്ടിസിപ്പേഷൻ. കുറിച്യരും കുറുമ്പരും ഗറില്ല വാർഫെയറിൽ പ്രധാന പങ്കുവഹിച്ചു. മാപ്പിള പാർട്ടിസിപ്പേഷൻ. മാപ്പിള വിഭാഗങ്ങളും പഴശ്ശിയുടെ സമരത്തിന് ശക്തമായ പിന്തുണ നൽകി. അതിനാൽ പഴശ്ശി റിവോൾട്ടിനെ വിവിധ സാമൂഹിക വിഭാഗങ്ങൾ പങ്കെടുത്ത ഒരു ബ്രോഡ് ബേസ്ഡ് ആന്റി കൊളോണിയൽ റെസിസ്റ്റൻസ് മൂവ്മെന്റ് ആയി വിലയിരുത്താം. അവസാന റിവിഷൻ. കുട്ടികളെ, ഇനി പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്തെടുക്കാം. 1498 പോർച്ചുഗീസുകാർ മലബാറിലെത്തി. കുഞ്ഞാലി മരക്കാർമാർ പോർച്ചുഗീസുകാർക്കെതിരെ നാവൽ റെസിസ്റ്റൻസ് നടത്തി. 1792 ട്രീറ്റി ഓഫ് സെറിംഗോട്ടം. പഠിക്കൂ, വിജയിക്കൂ, ചരിത്രം കീഴടക്കൂ. ഇത് PSC ചാലഞ്ചർ പ്രോ, നെറ്റ് ആൻഡ് JRF. സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.